എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും ഒരു നന്ദി പറയട്ടെ കേട്ടോ. എന്തെന്ന് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്തതിന്. ഈ ഒരു ചാനൽ തുടങ്ങുമ്പം അറിയില്ലായിരുന്നു ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആവുമോ എന്ന് തന്നെ അറിയില്ല. കാരണം ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഒരു 5 റിലേറ്റീവ്സിനല്ലാണ്ട്, അതായത് ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർക്കല്ലാണ്ട് വേറൊരാൾക്കും ഇത് അറിയില്ലായിരുന്നു. അവരോട് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന്. അപ്പം ബാക്കി ഒരാളും എൻ്റെ ഈ നിമിഷം വരെയുള്ള സബ്സ്ക്രൈബേഴ്സിൽ എന്നെ അറിയുന്നവരുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ വീഡിയോസ് കണ്ട് വന്നവർ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് വരുന്നവർ നമ്മുടെ കൂടെ നിൽക്കുമ്പം അത് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷമാണ്. അത്രയും നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും ഷെയർ ചെയ്തതിനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ കണ്ണൂരേക്ക് പോകുന്നതാണേ. വെറുതെ ഒരു ഈവനിങ് ഔട്ടിങ് എന്ന് പറയാം. ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിലാട്ടോ. കണ്ട സ്ഥിതിക്ക് ഞാനൊന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രമാണ്. ഞങ്ങൾക്കൊന്ന് മൈജിയിലേക്ക് പോകണം. അവിടെ പുതിയ ഫോണൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണേ. അപ്പോൾ വിവേക് അതൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞ പോസ്റ്റായിരുന്നു. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആരെങ്കിലും തരുന്ന ഫോണങ്ങ് ഉപയോഗിക്കും, അല്ലാണ്ട് എനിക്ക് ഇന്നതെല്ലാം വേണം, ഇന്ന ഡിമാൻഡ്സ് ഒന്നും എനിക്കില്ല കേട്ടോ. മോൻ ഷൂട്ട് ചെയ്ത വിഷ്വൽസാണ് നിങ്ങളിപ്പം കാണുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല, എൻ്റെ മോൻ എടുത്തതല്ലേ. ഒരു കുഞ്ഞു റോബോട്ട് ഇങ്ങനെ ഓടുന്ന പോലെ തോന്നിയിട്ടാ. അപ്പോൾ ഇനി മുതൽ ഇവനെ സ്ഥിരം ക്യാമറാമാനോനാക്കിയാലോ എന്നൊരു തോന്നലുണ്ട്. ഞങ്ങളവിടുന്ന് വേഗം ഇറങ്ങിയേ. ഇത് കണ്ണൂരിൻ്റെ ഒരു പോഷ് ഏരിയ എന്നൊന്ന് പറയാം. നിക്ഷാൻ്റെ ഒക്കെ ആ ഒരു സൈഡാണേ. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക്. ഒരു കല്യാണ ആവശ്യത്തിന് വന്നാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അല്ലാണ്ട് ബാക്കി സാധനങ്ങളും നമുക്ക് അലയാണ്ട് കിട്ടുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അവിടെ ഒരു ഷോപ്പിൽ 50% ഓഫ് കണ്ടിട്ട് ഞങ്ങൾ കയറിയതാണേ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊന്നും വാങ്ങിയില്ല. അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ഒരു ഇടപെടൽ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങാണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ, വലിയ കാര്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി വന്നതല്ല. വിവേക് പറഞ്ഞാൽ നമുക്ക് സെക്യൂറയിലേക്ക് പോവാന്ന്. നമ്മുടെ കണ്ണൂരുകാർക്കുള്ള ആകെ ഒരു ആശ്വാസമുള്ളൊരു മാളാണ് കേട്ടോ ഈ സെക്യൂരിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. മാളൊരു സ്ഥലത്തിന് ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ജനറേഷന് എന്തായാലും ഇത്തരത്തിലുള്ള മാളുകൾ ഒരാവശ്യം തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ വന്ന് കറങ്ങി നടക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാനും. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് ലുലു മാളിൽ പോയപ്പോൾ ഞാനിങ്ങനെ വിജൃംഭിച്ച് നോക്കി നിന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ഈവനിങ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിങ് ഞങ്ങൾക്ക് ഏറ്റവും താഴത്തെ നിലയിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബബിൾ ടീ കഴിക്കണമെന്ന് കുറേ ആയിട്ടാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ക്ലബ് സുലൈമാനീൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ബബിൾ ടീ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് അറിയില്ല. ഇത് ടീ ആണോ എന്തെന്നാണെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് കയറിയതാണ് കേട്ടോ അങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞു 3 എണ്ണം പോരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ റേറ്റ് കണ്ടത് ഞാൻ അത് 2ആയി വെട്ടിച്ചുരുക്കി. 220 റുപ്പീസ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇതെന്തെന്നാണെന്ന് അറിയില്ലല്ലോ. കുടിച്ചിട്ട് നമുക്ക് വല്ല അബദ്ധം പറ്റിയാലോ, ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് 2 ഓർഡർ ചെയ്തു. ഒരു റോസ് മിൽക്കിൻ്റെതും പിന്നെ ഒരു ചോക്ലേറ്റ് കോഫി മിക്സും ആണേ. സത്യം പറയട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങി കുടിച്ചു നോക്കട്ടോ. അപ്പോൾ നമ്മൾ വയറ് നിറഞ്ഞു ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു റിഫ്രഷിങ്, ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു വലിയ ജെല്ലി പോലത്തെ ഒരു സാധനം ഇങ്ങനെ സ്ട്രോയിലേക്ക് കൂടെ നമുക്ക് കടിക്കാൻ കിട്ടും. വലിയ സ്ട്രോ ആണ്. അപ്പോൾ ഞാൻ മോനോട് പറയുമെന്ന് സൂക്ഷിച്ച് കുടിക്കണം, ശക്തിയിൽ വലിക്കലേന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് കേട്ടോ. നല്ല സാധനമാണേ. ഞങ്ങൾക്ക് പിന്നെ കാര്യമായിട്ടുള്ള പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കൽ തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മാളുകളിൽ കൂടെ ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കാൻ. എനിക്ക് ഭയങ്കര ലൈറ്റുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നന്നായിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. അന്നേരം എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീടുകളിലായാലും അങ്ങനെ തന്നെ നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാളുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഭയങ്കര റേറ്റ് ആയിരിക്കും. നമുക്ക് കത്തി വില എന്ന് പറയില്ലേ. എന്തെങ്കിലും സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. അപ്പം നമുക്ക് എന്തായാലും ലാഭം ഉണ്ടാവും. ഇവിടെ കാര്യമായിട്ടുള്ള സെയിൽ ബോർഡ് ഉണ്ട് എന്നല്ലാണ്ട് എനിക്ക് വലിയൊരു ഓഫറൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മോനിങ്ങനെ എസ്കലേറ്ററിലേക്കൂടെ എല്ലാം കയറി ഇറങ്ങാൻ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ എല്ലാ നിലകളിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മേളിലാണ് കേട്ടോ പ്ലേ ഏരിയയും ഫുഡ് കോർട്ടും ഉള്ളത്. അതിൻ്റെ മേലെ തിയേറ്ററൊക്കെ ഓപ്പൺ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടു. ഇനിയും അതിൻ്റെ പണികളൊന്നും ആയിട്ടില്ല തോന്നിട്ടാ. ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ജസ്റ്റ് ഒരു ഫാൻസി ഔട്ട്ലെറ്റ് കണ്ടേറെ ഞാനിങ്ങനെ നോക്കുന്നതാണേ. വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാനെല്ലാം നെഗറ്റീവ് പറയുന്നത് പോലെ തോന്നില്ല കേട്ടോ. അവിടെ റോമ ഓപ്റ്റിക്കൽസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് കയറി. ആസ് യൂഷ്വൽ ഓഫർ എന്നുള്ളൊരു ബോർഡ് കണ്ടു, അങ്ങനെ കയറിയതാണ്. വിവേകിന് ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. റേറ്റ് ഉണ്ട് കേട്ടോ, എന്തായാലും മാളിൽ ഔട്ട്ലെറ്റ് അല്ലേ, അപ്പം ആ ഒരു റേറ്റ് നമ്മൾ എന്തായാലും വിചാരിക്കണം. മോന് ഒറ്റയ്ക്ക് എസ്കലേറ്റർ കയറുമ്പം അവൻ എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ധാരണയാണ്, ഞാൻ വലിയ കുട്ടിയായി എന്നുള്ളൊരു രസമാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഇഷ്ടമല്ലേ. അങ്ങനെ ഞങ്ങൾ മേളിൽ എത്തിയിട്ടാണ് ഫുഡ് കോർട്ടിൽ. അവിടെ നിന്നൊന്നും കഴിക്കില്ല എന്നുള്ളൊരു ഉറപ്പിലായിരുന്നു കയറി. പിന്നെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേ ഏരിയയിലേക്ക് നോക്കണ്ട, അവിടെ പോകില്ലാന്ന്. ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്, കുട്ടികൾക്ക് കാര്യമായിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല അവിടെ. പിന്നെ ഇത്രയും വെയിറ്റ് എല്ലാം കൊടുത്തിട്ട് കയറി വെറുതെ ആവശ്യമില്ലല്ലോ. അവിടെ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ടേ, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് അവിടെ നിന്ന് വാങ്ങുന്നത്. അവിടെ സ്ട്രോബെറി ചോക്ലേറ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം ഉണ്ടല്ലോ, അത് കണ്ടു. അപ്പോൾ മോന് സ്ട്രോബെറീസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വെച്ചാൽ എന്തായാലും ഇതൊന്ന് വാങ്ങിക്കൊടുക്കാം. അവൻ ആവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. ഞാനും കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ചോക്ലേറ്റ് നല്ല രസമുണ്ട്. ആ ഫൗണ്ടനിൽ നിന്ന് എടുത്ത ചോക്ലേറ്റ് നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആ ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോബെറി ഡിപ്പിലേക്ക് വരുമ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വെറുതെ ഫുഡ് കോർട്ടൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും ഉണ്ടോ, അപ്പം ഒന്നും തോന്നിയില്ല അവിടെ നിന്ന് കഴിക്കണമെന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇവിടെയൊക്കെ ഭയങ്കര കാലി അടിച്ച് കിടക്കലാണ്. ഇന്ന് സൺഡേ ഈവനിങ് ആയതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരുള്ളതെന്ന് തോന്നുന്നത്. ഞങ്ങൾ അവിടുന്ന് നേരെ KFC കയറാമെന്ന് വെച്ചിട്ട് പോയതാണേ. നമുക്ക് KFCൻ്റെ ഔട്ട്ലെറ്റും കണ്ണൂർ വളരെ കുറവാണ് കേട്ടോ. ഒന്ന് ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട്, അതേ ഉള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ കയറുന്നില്ലല്ലോ. ഞങ്ങളവിടെ കയറുന്നതിന് മുന്നിട്ടേ ഒരു പെർഫ്യൂമിൻ്റെ ഔട്ട്ലെറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ലിപ്പിൽ അവർ പെർഫ്യൂമാക്കി തന്നിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ഒന്ന് കൈക്ക് അടിച്ചു, ആ ഒരു സ്ലിപ്പും ഉണ്ട്. അപ്പോൾ അതാ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണപ്പിച്ച് വെക്കുന്നിട്ടാ. അധികം കുത്തലൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് വേണ്ടുന്ന പെർഫ്യൂം അവരവിടെ നിന്ന് മേക്ക് ചെയ്ത് തരും. നല്ലൊരു ഇതായിട്ട് തോന്നി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്തിങ്ങനെ ഒരു മസാജിങ് യൂണിറ്റ് ഉണ്ട്. 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ നമുക്ക് കിടക്കാം. 60, 160 അങ്ങനെ എന്തോ ആണ് കേട്ടോ. 60, 100 അങ്ങനെയാണ് റേറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഒന്നാമത് എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ചെയറല്ല കേട്ടോ അത്. അപ്പോൾ എനിക്ക് നെക്കിന് കിട്ടേണ്ട മസാജിങ്ങിൻ്റെ തലക്കാന്ന് കിട്ടുന്നത്. പിന്നെ പുറമൊന്നും ഒരു പ്രോപ്പർ അലൈൻമെൻറ്റിലല്ലാത്തത് കൊണ്ട് ഭയങ്കര വേദനയായിട്ട് തോന്നി. ഇതായിരുന്നു കേട്ടോ ആ ഒരു പെർഫ്യൂം ഔട്ട്ലെറ്റ്. നല്ല കുഞ്ഞു ഷോപ്പാണേ. അവിടെ നിന്ന് ഞങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. 1000 എത്രയോ ആയി അതിന്. പിന്നെ നമുക്ക് വേണ്ടി വന്നാൽ റീഫിൽ ചെയ്യാം, കഴിഞ്ഞിട്ട് വന്നാൽ ആ കുപ്പിയും കൊണ്ട് വന്നാൽ മതി പോലും. അപ്പോൾ 20% ഓഫ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഒരു 9:30 കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് സെക്യൂർ സമയം ചിലവഴിച്ചിട്ട് പിന്നെ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങുന്നു കേട്ടോ. പാർക്കിങ്ങിലപ്പോൾ ഫ്രീ ആയി. കോക്ടെയിൽ കഴിക്കാമെന്ന് കരുതി കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണിയാകുമ്പോഴത്തേക്ക് അത് തീർന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിട്ടുണ്ടാവും, അതാണ് കേട്ടോ വേഗം തീർന്നു പോയത്. നിങ്ങൾ കോക്ടെയിൽ കഴിച്ചിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. തുടർന്നുള്ള വീഡിയോയിലത് ശരിയാക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.